ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ അമ്മമാർക്കുമുള്ള ആശങ്കയാണ് അവരുടെ കുഞ്ഞുങ്ങളുടെ തൂക്കക്കുറവ്, എന്നും അസുഖങ്ങൾ, തൊലിപ്പുറത്തെ പ്രശ്നങ്ങൾ, വരണ്ട ചർമ്മം, നിറം കുറഞ്ഞു വരുന്നു എന്നതൊക്കെ. അതിനൊരു ഈസി റെമഡിയാണ് ഈ വീഡിയോയിൽ. റാഗി. കുട്ടികളുടെ എല്ലിന്റെയും പല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കുവാൻ റാഗിയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിന്റെ അളവ് സഹായിക്കുന്നു. ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളതിനാൽ അനീമിയ പോലുള്ള ക്ഷീണാവസ്ഥ ഉണ്ടാകാതെ ഇരിക്കുവാനും സഹായിക്കുന്നു. റാഗിയിലെ ഫൈബർ കണ്ടന്റ് ദഹന പ്രക്രിയ നടത്തുവാനും സഹായിക്കുന്നു. കുട്ടികളിലെ മലമുറുക്കം അഥവാ കോൺസ്റ്റിപ്പേഷൻ തടയുന്നതിനും സഹായിക്കുന്നു. റാഗിയിൽ അടങ്ങിയിരിക്കുന്ന ട്രൈപ്റ്റോഫനും അമിനോ ആസിഡുകളും കുട്ടികളെ റിലാക്സ് ആക്കുകയും അതിലൂടെ നല്ല ഉറക്കം ലഭിക്കുവാനും സഹായിക്കുന്നു. ധാരാളം ആന്റി ഓക്സിഡന്റ്സും വൈറ്റമിൻസും ധാതുക്കളും എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി കൂട്ടുവാൻ സഹായിക്കുന്നു. നവര അരി. ആയുർവേദ ചികിത്സയിൽ നവര അരിക്ക് വലിയ സ്ഥാനം തന്നെയാണ്. പുറമെയായാലും അകമെയായാലും. അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് നവര അരി. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ക്ഷീണാവസ്ഥ കുറയ്ക്കുന്നു. കുട്ടികൾക്കുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷനും മെച്ചപ്പെടുത്തുന്നു. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ആവശ്യത്തിന് റാഗിയും എത്രയാണോ റാഗി എടുത്തിട്ടുള്ളത് അതിന്റെ പകുതി നവരയും ഇടുക. എന്നിട്ട് നന്നായി കഴുകിയെടുത്ത് വെള്ളം നന്നായി തോർത്തിയെടുക്കുക. എന്നിട്ട് സൂര്യപ്രകാശത്തിൽ നന്നായിട്ട് ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിയ റാഗിയും നവര അരിയും നന്നായി പൊടിച്ച് എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് അളവിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത്രയും പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് നട്ട്സ്. ഇത് ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും കൂടി വറുത്ത് പൊടിച്ചതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഏത് പാത്രത്തിലാണോ നമ്മൾ കുറുക്കുണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇവിടെ ഞാൻ മധുരത്തിന് വേണ്ടി പനക്കൽക്കണ്ടമാണ് എടുക്കുന്നത്. പനക്കൽക്കണ്ടം ഇല്ല എങ്കിൽ കരിപ്പെട്ടിയോ ശർക്കരയോ എടുക്കാം. പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതുപോലെ കുറുകി വരണം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പശുവിൻ പാലും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ചില കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാല് അലർജി ആയിരിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് കഫം കെട്ടുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം പാല് ചേർക്കേണ്ടത്. പകർത്തി വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലൊരു കാര്യമാണ് നെയ്യ്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം കൊടുക്കുക. മതി എന്ന് കാണുമ്പോൾ നിർത്തുക. നല്ലതാണ് എന്ന് ഓർത്ത് നിറയെ കൊടുക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ കഴിച്ചത് കൂടി ഒമിറ്റ് ചെയ്തേക്കാം. ബാക്കി വരുന്നത് അമ്മമാർക്ക് കഴിക്കാം. അമ്മമാർക്കും ഇത് നല്ലൊരു കുറുക്ക് തന്നെയാണ്. മാത്രമല്ല മുലപ്പാലിലൂടെ ഇതിന്റെ ഗുണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ എത്തുകയും ചെയ്യും. ഇത് ഞാൻ 8 മാസത്തിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആദ്യത്തെ 2 മാസം അതായത് 6 മാസത്തിലാണ് കുറുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 2 മാസം ഓരോ ധാന്യങ്ങളുള്ള കുറുക്ക് വേണം കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്താൻ. അതിനുശേഷം പതിയെ വേണം ഒന്നിൽ കൂടുതൽ ധാന്യങ്ങൾ അടങ്ങിയ കുറുക്കുകൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ. എല്ലാ അമ്മമാർക്കും ഈ ഒരു വീഡിയോ ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.